നമസ്കാരം പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളെ, എല്ലാവർക്കും PSC ഇൻഫ്ലുവൻസറിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ രഞ്ജിത്ത് ആർ കരുനാഗപ്പള്ളി. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്ക് കേരള ഭൂമിശാസ്ത്രമാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. മത്സര പരീക്ഷയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ് കേരള ഭൂമിശാസ്ത്രം. അപ്പോൾ കേരള ഭൂമിശാസ്ത്രവുമായി ബന്ധപ്പെട്ട ക്ലാസ്സിൽ ആദ്യ അവസാനം കൃത്യമായി കാണുക. അതിനോടൊപ്പം നിങ്ങൾ ചെയ്യേണ്ടത്, ഇന്ന് തന്നെ ഈ ക്ലാസ് കാണുന്നതിനോട് ഒപ്പം തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് NCERT +1 കേരള ജോഗ്രഫി എന്നറിയപ്പെടുന്ന ടോപ്പിക്ക്, അതായത് ജോഗ്രഫി എന്നറിയപ്പെടുന്ന സ്കൂൾ ടെക്സ്റ്റ് ചാപ്റ്ററിൽ ഏകദേശം 7ഓളം ചാപ്റ്റർ ഉണ്ട്. ഇന്ത്യ ഭൗതിക പരിസ്ഥിതി എന്നറിയപ്പെടുന്നതാണ് ആ പുസ്തകത്തിന്റെ പേര്. ആ പുസ്തകത്തിലെ 7 ചാപ്റ്ററും ജസ്റ്റ് ഒന്ന് വായിക്കാൻ വേണ്ടി ശ്രമിക്കുക. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത്, ഇന്ന് രാവിലെ തന്നെ പബ്ലിഷ് ചെയ്തേക്കുന്ന PDF ഫയലുണ്ട്, ജോഗ്രഫിയുടെ PDF ഫയലുണ്ട്, അതുകൂടി ഒന്ന് വായിക്കുക. അപ്പോൾ ഈ പറയുന്ന ആ 7 ചാപ്റ്ററിലെയും പ്രധാനപ്പെട്ട എല്ലാ പോയിന്റും ഈ പറയുന്ന വർക്കൗട്ട് ബാച്ചിൽ തന്നിട്ടുള്ള PDF വളരെ വ്യക്തമായി കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ നേരെ കണ്ടന്റിലേക്ക് പോവുകയാണ്. ആദ്യം തന്നെ പ്രധാനപ്പെട്ട ഒരു പ്രസ്താവന ചോദ്യം തന്നെയാണ് ആദ്യം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏത് എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ, കേരളത്തിലെ ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങളുള്ള ജില്ല ഇടുക്കിയാണ്. കേരളത്തിലെ ഒരു ജില്ലാ വിശേഷണം കൂടിയാണല്ലോ ഇടുക്കി എന്നറിയപ്പെടുന്ന ജില്ലയ്ക്കുള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല കൂടിയാണ് ഇപ്പോൾ നിലവിൽ ഇടുക്കി. നേരത്തെ കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല പാലക്കാടായിരുന്നു, പക്ഷെ ഇപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഇടുക്കിയാണ്. അപ്പോൾ ഇടുക്കിക്ക് ഒരു പ്രത്യേകതയുണ്ട്. കേരളത്തിന്റെ സുഗന്ധവ്യഞ്ജന തോട്ടം എന്നറിയപ്പെടുന്ന ജില്ല കൂടിയാണ് ഇടുക്കി. ഒത്തിരി പ്രത്യേകതകളുണ്ട്. ഓപ്ഷൻ ബിയിലേക്ക് വന്നാൽ, കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം പാമ്പാടിച്ചോലയാണ്. അപ്പോൾ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം ആകുമ്പം അതിൻ്റെ ഏരിയ ഉൾപ്പെടെ നമ്മൾ പഠിച്ചെങ്കിൽ മാത്രമാണ് നമുക്ക് മത്സര പരീക്ഷയിൽ ശോഭിക്കാൻ കഴിയുന്നത്. ഓപ്ഷൻ സി, സൈലന്റ് വാലിയിൽ കാണുന്ന അപൂർവ ഇനം പക്ഷി ബ്ലാക്ക് ബുൾബുൾ ആണ്. ഓപ്ഷൻ ഡി, പന്നിമൂക്കൻ തവള കാണപ്പെടുന്ന കേരളത്തിലെ വന്യജീവി സങ്കേതം ചിന്നാർ ആണ്. അപ്പൊ ഈ 4 സ്റ്റേറ്റ്മെന്റുകളാണ് കൊടുത്തേക്കുന്നത്. അപ്പം നമുക്ക് വേണ്ട ഓരോ ചോദ്യങ്ങളിൽ ഓരോ വാക്കുകൾ കൊടുത്തിട്ടുണ്ട്. അതാണ് നമുക്ക് സ്പെസിഫൈ ആയിട്ട് പഠിക്കേണ്ടത്. ആദ്യം ഒരു ഡെപ്ത് പഠിക്കുമ്പോൾ, അല്ലെങ്കിൽ ഡെപ്ത് കണ്ടന്റ് പഠിക്കുമ്പോൾ ആദ്യം പഠിക്കേണ്ടത് ഇത് എന്താണ്, അല്ലെങ്കിൽ എന്താണ് ഇതിന്റെ മീനിങ്, അതാണ് നമുക്ക് വേണ്ടത്. ആദ്യം തന്നെ ആദ്യ സ്റ്റേറ്റ്മെന്റ് പരിശോധിച്ചാൽ താണ്ടെ ദേശീയ ഉദ്യാനം എന്നറിയപ്പെടുന്ന ഒരു ലേബല് കിട്ടും. രണ്ടാമത്തെ പ്രസ്താവന പരിശോധിച്ചാലും ദേശീയ ഉദ്യാനം തന്നെയാണ്. മൂന്നാമത്തെ പ്രസ്താവന പരിശോധിക്കുകയാണെങ്കിൽ സൈലന്റ് വാലി എന്നറിയപ്പെടുന്ന ഒരു പ്രദേശത്തെ പറ്റിയാണ്. അതും ഈ പറയുന്ന പ്രധാനപ്പെട്ട ഒരു ദേശീയോദ്യാനമാണ്. ഓപ്ഷൻ ഡിയിലേക്ക് വന്നാൽ ഒരു വന്യജീവി സങ്കേതവുമായി ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെന്റാണ് കൊടുത്തേക്കുന്നത്. ഇതിൽ ഏതാണ് തെറ്റ്, ഏതാണെന്ന് നമുക്ക് ശരിയെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റണം. നമുക്ക് വേണ്ടത് കേരളത്തിൽ ആകെ എത്ര ദേശീയോദ്യാനങ്ങളുണ്ട്? കേരളത്തിൽ ആകെ കേരള PSC പബ്ലിക് സർവീസ് കമ്മീഷൻ നടത്തുന്ന എല്ലാ മത്സര പരീക്ഷയിലും PSC വാല്യൂ ചെയ്യുന്നത് 5 ദേശീയോദ്യാനങ്ങളെന്നാണ്. അപ്പൊ കേരളത്തിൽ ആകെ 5 ദേശീയോദ്യാനങ്ങളാണുള്ളത് നിലവിൽ. പറഞ്ഞാൽ വീണ്ടും ആവർത്തിക്കുന്നു, കേരള പബ്ലിക് സർവീസ് കമ്മീഷന്റെ കണക്കുകൾ പ്രകാരമെന്നല്ല പറയുന്നത്. കേരള PSC ഒരു മത്സര പരീക്ഷയിൽ ചോദ്യം തന്നാൽ അവർ ഉത്തരമായി കൊടുക്കുന്നത് 5 ആണ്. ഇതിൽ 4 എണ്ണവും ഇടുക്കി ജില്ലയിലാണ്. കേരളത്തിലെ 5 ദേശീയോദ്യാനങ്ങൾ എന്ന് കേരള PSC ഉത്തരസൂചിക കൊടുക്കുന്ന 5-ൽ 4ഉം സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി ജില്ലയിലാണ്. ഒരെണ്ണം മാത്രമാണ് ഇടുക്കിക്ക് പുറത്തുള്ളത്, അത് സൈലന്റ് വാലിയാണ്. അതിന്റെ ഡീറ്റെയിൽസ് നമ്മൾ പറയും. അത് പാലക്കാട് ജില്ലയുമായി ബന്ധപ്പെട്ടതാണ്, പറഞ്ഞുതരാം. അപ്പൊ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങളുള്ള ജില്ല ഏതാണ്? അത് ഇടുക്കി ജില്ലയാണ്. കേരളത്തിൽ ഒരു മിടുക്കിയാണ് ഇടുക്കി. കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഇപ്പോൾ ഇടുക്കിയാണെന്ന് ഓർത്തു വെക്കണം. കേരളത്തിന്റെ സുഗന്ധവ്യഞ്ജന തോട്ടം എന്നറിയപ്പെടുന്ന ജില്ല കൂടിയാണ് ഏത്? ഇടുക്കി. ഇടുക്കിക്ക് ഒത്തിരി പ്രത്യേകതയുണ്ട്, നിങ്ങൾക്ക് അതറിയാം. അപ്പൊ നമുക്ക് വേണ്ടത് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങൾ ഉള്ള ജില്ല ഏതാണ്? ഇടുക്കി. എത്ര ദേശീയോദ്യാനങ്ങളാ? 4 ദേശീയോദ്യാനങ്ങൾ ഇടുക്കിയിലുണ്ട്. ഒരു ദേശീയോദ്യാനം ഇടുക്കി ജില്ലയ്ക്ക് പുറത്താണ് സ്ഥിതി ചെയ്യുന്നത്, അത് പാലക്കാട് ജില്ലയിലാണ്, അത് സൈലന്റ് വാലിയാണ്. ഓപ്ഷൻ ബിയിലേക്ക് വന്നേ. കേരളത്തിൽ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം അത് പാമ്പാടും ചോലയാണ്. ശരിയോ തെറ്റോ? ശരിയാണ്. അപ്പൊ കേരളത്തിൽ ഏറ്റവും ചെറുത് കിട്ടി. അപ്പൊ സൂപ്പർലേറ്റീവ് പഠിക്കുമ്പോൾ ഏറ്റവും ചെറുത് കിട്ടുമ്പോൾ ഏറ്റവും വലുതും കൂടെ പഠിച്ചെന്ന് പറഞ്ഞ് ദോഷമില്ലല്ലോ. കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനം എന്ന് പറയുന്നത് അത് ഇരവികുളം ദേശീയോദ്യാനമാണ്. ഏറ്റവും വലുത്. ഏറ്റവും ചെറുത് ഏതാണ്? അത് പാമ്പാടും ചോലയാണ്, കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം. ആ സ്റ്റേറ്റ്മെന്റും ശരിയാണ്. ഓപ്ഷൻ സിയിലേക്ക് വന്നാൽ, സൈലന്റ് വാലിയിൽ കാണുന്ന അപൂർവ ഇനം പക്ഷിയുടെ പേരാണ് ബ്ലാക്ക് ബുൾബുൾ. ശരിയാ. സൈലന്റ് വാലിക്ക് ധാരാളം പ്രത്യേകതയുണ്ട്. സൈലന്റ് വാലിയിൽ കാണുന്ന അപൂർവ ഇനം ഓർക്കിഡ് വിഭാഗത്തിന്റെ പേരാണ് ഏരിയ ത്യാഗി. അങ്ങനെ ഒത്തിരി പ്രത്യേകതയുണ്ട്. അപ്പൊ സൈലന്റ് വാലിയിൽ കാണുന്ന, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, സൈലന്റ് വാലിയിൽ കാണുന്ന അപൂർവ ഇനം പക്ഷിയുടെ പേര് ബ്ലാക്ക് ബുൾബുൾ ആണ്. അതും ശരിയാണ്. ഓപ്ഷൻ ഡിയിലേക്ക് വന്നാൽ,
പന്നിമൂക്കൻ തവള കാണപ്പെടുന്ന കേരളത്തിലെ ഒരു വന്യജീവി സങ്കേതം ഏതല്ല? ചിന്നാർ അല്ല പന്നിമൂക്കൻ തവള കാണപ്പെടുന്ന കേരളത്തിലെ വന്യജീവി സങ്കേതം ഏതാണെന്ന് നിങ്ങളൊന്ന് കമന്റ് ചെയ്യുക. ഓക്കെ, ക്ലാസ്സിന്റെ കണ്ടന്റ് പറയുമ്പോൾ നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് പറഞ്ഞോളാം. അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് ക്ലിയർ ആക്കിയും തന്നേക്കാം. അപ്പൊ കേരളത്തിലെ പന്നിമൂക്കൻ തവള കാണപ്പെടുന്ന കേരളത്തിലെ വന്യജീവി സങ്കേതം ഏതല്ല? ചിന്നാർ അല്ല. അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റാ. പറഞ്ഞല്ലോ, ഏതാണെന്ന് നിങ്ങൾ കമന്റ് ചെയ്യുക. ഇതിനോടൊപ്പം തന്നെ ഈ ക്ലാസ് കാണുന്നതിനോടൊപ്പം തന്നെ ഇനി നമുക്ക് അഡീഷണൽ കണ്ടന്റിലേക്ക് വരാം. ഞാൻ പറഞ്ഞല്ലോ +2, +1, +2 സ്കൂൾ ടെക്സ്റ്റ് ആണ് നമ്മൾ ബേസ് ആയിട്ട് എല്ലാ ക്ലാസ്സിലും ബേസ് ആയിട്ട് എടുക്കുന്നത്. ദെൻ കേരള ചരിത്രം എടുക്കുമ്പോൾ ശ്രീധര മേനോൻ സാറിന്റെ ടെക്സ്റ്റ് ആണ് നമ്മൾ ക്ലാസ് കണ്ടന്റ് റെഫറൻസ് ആയിട്ട് എടുക്കുന്നത്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നിങ്ങൾക്ക് വേണ്ടി എടുക്കുമ്പോൾ ലക്ഷ്മികാന്തിന്റെ ടെക്സ്റ്റ് ആണ് റെഫറൻസ് ആയിട്ട് എടുക്കുന്നത്. ഇന്ത്യൻ ചരിത്രത്തിന്റെ ക്ലാസ് നിങ്ങൾക്ക് തരുമ്പോൾ സ്പെക്ട്രം ആണ് നമ്മൾ റെഫറൻസ് ആയിട്ട് എടുക്കുന്നത്. സയൻസ് കണ്ടന്റിൽ NCERT ഉൾപ്പെടെയുള്ള കണ്ടന്റ് ആണ് നമ്മൾ റെഫറൻസ് ടൈം ആയിട്ടും നിങ്ങൾ ക്ലാസ് കണ്ടന്റ് ആയിട്ടും PDF ആയിട്ടും പരീക്ഷയായിട്ടും തരുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് വേണ്ട ചോദ്യത്തിലേക്ക് വരും. NCERT-യിൽ എന്തൊക്കെയാണ് ഈ പറയുന്ന ഏരിയയുമായി ബന്ധപ്പെട്ട് കൊടുത്തിട്ടുള്ളത് അതെല്ലാം ഡിസ്കസ് ചെയ്യുവാണ്. ഒന്ന്, ദേശീയോദ്യാനങ്ങൾ എന്നാൽ എന്താണ് നാഷണൽ പാർക്ക്? വേറെ ഒന്നുമില്ല, നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ പറയുന്ന 3 മേഖലകൾ പഠിക്കും അല്ലെ? പ്രാഥമിക മേഖല, ദ്വിതീയ മേഖല, തൃതീയ മേഖല. അപ്പോൾ നമ്മൾ പഠിക്കുന്ന ഒരു ടേമാണ് വനവൽക്കരണം, ഫോറസ്ട്രി എന്ന് പറയും. ഈ വനവൽക്കരണവുമായി ബന്ധപ്പെട്ട മറ്റൊരു വാക്കുണ്ട്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് സിൽവി കൾച്ചർ. അതൊന്ന് നോട്ട് ചെയ്തേക്കണേ. സിൽവി കൾച്ചർ എന്ന് വെച്ചാൽ വനപരിപാലനം. ഇത് വനവൽക്കരണമാണ്. ഇത് വനപരിപാലനത്തെ അറിയപ്പെടുന്ന പേരാണ് സിൽവി കൾച്ചർ. ഇത് വനവൽക്കരണം, ഫോറസ്ട്രി. ഇപ്പൊ വനവൽക്കരണം എന്നറിയപ്പെടുന്ന ഫോറസ്ട്രി, കാലിമേച്ചില്, കൃഷി എന്നിവ അനുവദിക്കപ്പെട്ടിട്ടില്ലാത്ത വന്യജീവി സംരക്ഷണത്തിന് മാത്രമായി നിയന്ത്രിക്കപ്പെട്ടിട്ടുള്ള പ്രദേശത്തിനെ അറിയപ്പെടുന്ന പേരാണ് ദേശീയോദ്യാനം. അപ്പൊ മിക്ക ആളുകളും വിചാരിച്ചേക്കുന്നത് എന്തുവാ ഈ ദേശീയോദ്യാനം? ഈ കേരളത്തിലെ എല്ലാ വന്യജീവി സങ്കേതങ്ങളെ എന്തുകൊണ്ടാണ് ദേശീയോദ്യാനങ്ങളായിട്ട് ഡിക്ലെയർ ചെയ്യാത്തത്? അല്ലെങ്കിൽ കേരളത്തിലെ എല്ലാ പക്ഷി സംരക്ഷണ കേന്ദ്രങ്ങളും എന്തുകൊണ്ടാണ് ദേശീയോദ്യാനങ്ങളായിട്ട് ഡിക്ലെയർ ചെയ്യാത്തത്? ദേശീയോദ്യാനമായിട്ട് നമ്മൾ പറയണമെങ്കിൽ എന്തായിരിക്കണം? അവിടെ വനവൽക്കരണം, കാലിമേച്ചിൽ, കൃഷി എന്നിവ എന്ത് ചെയ്തിട്ടില്ല? അനുവദിക്കപ്പെട്ടിട്ടില്ല. അവിടെ എന്തിനു വേണ്ടി മാത്രമാണ്? വന്യജീവികളുടെ സംരക്ഷണത്തിന് വേണ്ടി മാത്രമായിട്ട് നിയന്ത്രിക്കപ്പെട്ടിട്ടുള്ള പ്രദേശമാണ് ദേശീയോദ്യാനം. ഇനി ഒരു കാര്യം കൂടെ ശ്രദ്ധിച്ചോണം. ഈ വന്യജീവി സംരക്ഷണം എന്ന് പറഞ്ഞാൽ എല്ലാം ഉൾപ്പെടും. ഒരു ജീവിയുടെ കേസ് പറയുമ്പോൾ നമ്മൾ പറയാം വരയാടിന്റെ കേസ് പറയുക. ഈ വരയാടിനെ എവിടെ സംരക്ഷിക്കപ്പെടുന്നു? ഇരവികുളം എന്നറിയപ്പെടുന്ന ദേശീയോദ്യാനത്തിൽ സംരക്ഷിക്കപ്പെടുന്നു. എങ്കിൽ അതിന്റെ ആവാസ വ്യവസ്ഥ മൊത്തവും സംരക്ഷിക്കുകയാണെങ്കിൽ അതാണ് ദേശീയോദ്യാനം എന്ന് പറയുന്നത്. ആ ജീവിയെ മാത്രം സംരക്ഷിക്കുമ്പം അതെന്തല്ല? ദേശീയോദ്യാനമല്ല, അത് വന്യജീവി സങ്കേതമാണ്. ആ ജീവി നിലനിൽക്കുന്ന എല്ലാ വിഭാഗവും എന്ന് പറഞ്ഞാൽ അതിന്റെ ചുറ്റുപാടുകളെല്ലാം, അതിന്റെ ഭക്ഷണം ഉൾപ്പെടെ, അതിന്റെ താമസ സൗകര്യം ഉൾപ്പെടെ എന്ന് വെച്ചാൽ വാസസ്ഥലം ഉൾപ്പെടെ എല്ലാത്തിനെയും പ്രൊട്ടക്ട് ചെയ്യുവാണെങ്കിൽ അതിനെ അറിയപ്പെടുന്ന പേരാണ് ദേശീയോദ്യാനം. എങ്ങനെയാണ് നമ്മൾ പഠിക്കേണ്ടത്, എങ്ങനെയാണ് ഈ ദേശീയോദ്യാനത്തിന്റെ ആ ഒരു ഡെഫിനേഷൻ വരുന്നതെന്നൊക്കെ പറഞ്ഞുതരാം. ഇത്തരം കാര്യങ്ങൾ ഓക്കെ ആണെന്ന് ഇന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, എല്ലാ മത്സര പരീക്ഷയിലും ചുരങ്ങളുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ പാസുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം ചോദിക്കാറുണ്ട്. വേറൊന്നുമില്ല, ഒരു കോൾ അല്ലെങ്കിൽ വിടവിന്റെ ദിശ പിന്തുടരുന്ന പർവ്വത നിരയിലൂടെയുള്ള പാതയെ അറിയപ്പെടുന്ന പേരാണ് ചുരം. നമ്മൾ പഠിക്കും പാലക്കാട് ചുരം, താമരശ്ശേരി ചുരം എന്നൊക്കെ അറിയപ്പെടുന്ന ചുരങ്ങൾ പഠിക്കുമല്ലോ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കരിന്തണ്ടൻ ചുരം. താമരശ്ശേരി ചുരത്തിന്റെ മറ്റൊരു പേരാണല്ലോ നമ്മൾ പറയുന്നത് കരിന്തണ്ടൻ ചുരം. കരിന്തണ്ടൻ ചുരത്തിന്റെ മറ്റൊരു പേരല്ലയോ താമരശ്ശേരി ചുരം. അതുമായി ബന്ധപ്പെട്ട കണ്ടന്റ് എടുത്തോളാം. അപ്പൊ ഇപ്പൊ നിങ്ങൾ പഠിക്കേണ്ടത് ചുരം എന്നാൽ എന്നൊരു ഡെഫിനിഷൻ +2 സ്കൂൾ ടെക്സ്റ്റിൽ അല്ലെങ്കിൽ +1 സ്കൂൾ ടെക്സ്റ്റിൽ ഇന്ത്യ ഭൗതിക പരിസ്ഥിതി എന്നറിയപ്പെടുന്ന മേഖല മുഴുവൻ പരിശോധിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ഏരിയ കിട്ടും. അതൊന്ന് വായിച്ചു വെച്ചേക്കണം. അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മേഖലയാണ്, നമ്മൾ ഈ ഒരു ടോപ്പിക്ക് വായിക്കുന്നത് കൊണ്ട് തന്നെ ഇത് പഠിക്കണം. എന്താണ് റിസർവ് വനം? നമുക്കറിയാം കോന്നി റിസർവ് വനമാണ്. എന്നാൽ നമ്മൾ ധാരാളം GK പഠിക്കാറുണ്ട് അല്ലെ? ഇന്ത്യൻ വന ആക്ട് അല്ലെങ്കിൽ സംസ്ഥാന വന ആക്ട് എന്നിവ പ്രകാരം പൂർണ്ണമായിട്ടും സംരക്ഷണം ഉറപ്പാക്കുന്ന വനപ്രദേശത്തിന്റെ പേരാണ് റിസർവ് വനം. നിങ്ങൾ നോക്കൂ, നമ്മൾ പഠിക്കാൻ വേണ്ടി കുറച്ച് ടോപ്പിക്ക് റിസർവ് മാറ്റിവെച്ചു എന്ന് വെച്ചാൽ എന്താ? നമ്മൾ പൂർണ്ണമായിട്ട് അതിനെ പഠിച്ചോളാം എന്ന് പറഞ്ഞുകൊണ്ടല്ലേ നമ്മൾ റിസർവായിട്ട് മാറ്റി വെക്കുന്നത്. നമ്മൾ വീട്ടിലൊക്കെ അമ്മ അച്ഛനൊക്കെ ഭക്ഷണം നമുക്ക് വിളമ്പി തരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? പകുത്തു വെക്കും. എൻ്റെ കൊച്ചുനാളിലൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഈ റിസർവ് ചെയ്യും, അതായത് മൊത്തം കഴിക്കാതെ കുറച്ച് മാത്രം റിസർവായിട്ട് മാറ്റി വെക്കും. അത് ചിലപ്പം സഹോദരിമാരായിരിക്കും കഴിക്കുന്നത്, അല്ലെങ്കിൽ അമ്മ തന്നെ കഴിക്കും, അല്ലെങ്കിൽ അച്ഛൻ തന്നെ കഴിക്കും, എന്തുമായിക്കോട്ടെ എന്ന് വെച്ചാൽ റിസർവായിട്ട് മാറ്റി വെച്ചേക്കുക.
അപ്പൊ ലോജിക്ക് ഇതാണ്. ഞാൻ അതിനിടയ്ക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞതേ ഉള്ളൂ. ഇന്ത്യൻ വന ആക്ട്, സംസ്ഥാന വന ആക്ട് എന്നിവ പ്രകാരം പൂർണ്ണമായിട്ടും സംരക്ഷണം ഉറപ്പാക്കുന്ന വനപ്രദേശത്തിന്റെ പേരാണ് റിസർവ് വനം. ഇനി ഈ റിസർവ് വനത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. മുൻകൂട്ടി, അതായത് ഗവൺമെന്റിന്റെയോ അല്ലെങ്കിൽ ഈ പറയുന്ന ഏതാണോ അതോറിറ്റി അതിന്റെ മുൻകൂട്ടി അനുവാദം നൽകിയിട്ടുള്ളവയല്ലാത്ത ഒരു പ്രവർത്തനവും ഈ പറയുന്ന വനങ്ങളിൽ നടത്താനാവില്ല. അതുകൊണ്ടാണ് അത് എന്താവുന്നത്, റിസർവ് വനമാവുന്നത്. അപ്പൊ കോന്നി ഒരു റിസർവ് വനമാണ്. കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു റിസർവ് വനമാണ് കോന്നി റിസർവ് വനം. 1888 എന്നും പറഞ്ഞൊക്കെ നമ്മൾ പഠിക്കും അല്ലെ. ഇനി അടുത്ത വന്യജീവി സംരക്ഷണ കേന്ദ്രം അല്ലെങ്കിൽ വന്യജീവി സങ്കേതം അല്ലെങ്കിൽ വൈൽഡ് ലൈഫ് സാങ്ച്വറി എന്താണ്? വന്യജീവികളുടെ സംരക്ഷണത്തിന് വേണ്ടി മാത്രമായി നീക്കി വെച്ചിട്ടുള്ള പ്രദേശത്തിന്റെ പേരാണ് വന്യജീവി സങ്കേതം. അവിടെ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നോക്കിയോണം. മരം മുറിക്കൽ, ലഘുവനോൽപ്പന്ന ശേഖരണം തുടങ്ങിയ പ്രവർത്തനങ്ങൾ വന്യജീവികളെ ദോഷകരമായി ബാധിക്കാത്ത വിധത്തിൽ ഇവിടെ അനുവദനീയമാണ്. എന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല. ഈ പറയുന്ന ലഘുവനോൽപ്പന്ന ശേഖരണം എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല. വനത്തിലെ ചെറിയ ചെറിയ കാര്യങ്ങൾ, ഇപ്പം വനത്തിലെ തേനാണെങ്കിൽ തിരിക്കട്ടെ, കാട്ടിലെ തേൻ എടുക്കുന്നു, അല്ലെങ്കിൽ കാട്ടിലെ വിറകുകൾ ശേഖരിക്കുന്നു. ഇങ്ങനെ കുറേശ്ശെ, അല്ലാതെ മൊത്തം തടി അങ്ങ് ഊറ്റിയെടുത്തുകൊണ്ട് പോവല്ല. ഈ പറയുന്ന പുഷ്പയുടെ എന്ന് പറയുന്ന സിനിമയിലെ കൂട്ടുള്ള തടികളെല്ലാം വെട്ടിമുറിച്ചുകൊണ്ട് പോകാതെ വന്യജീവികളുടെ സംരക്ഷണത്തിന് വേണ്ടി മാത്രമായിട്ട് നീക്കി വെച്ചിട്ടുള്ള പ്രദേശമാണ് വന്യജീവി സങ്കേതം. അവിടെ മരം മുറിക്കൽ ഓക്കെയാണ്, അല്ലെങ്കിൽ എന്ത് ചെയ്യരുത്, അത് അവിടുത്തെ വന്യജീവികളുടെ ജീവിതത്തെ ദോഷകരമായി ബാധിക്കാത്ത വിധത്തിൽ ഇവിടെ വേണമെങ്കിൽ മരം മുറിക്കാം, വേണമെങ്കിൽ അവിടുത്തെ വനത്തിലെ ഉൽപ്പന്നങ്ങൾ എന്ത് ചെയ്യാം, ശേഖരിക്കാം. കുറേശ്ശെ മാത്രമാണ്, മൊത്തം അടപടലം തീർത്തു പോകുന്നുള്ളതല്ല. ഇതിനെ അറിയപ്പെടുന്നവരാണ് വന്യജീവി സങ്കേതം. അപ്പൊ അവിടെയും വന്യജീവികളുടെ ദോഷകരമായിട്ട് എന്ത് ചെയ്ത് ബാധിക്കരുത് എന്നൊരു കണ്ടീഷൻ അവിടെ ഉണ്ട്. ഇതാണ് വന്യജീവി സങ്കേതം. ഡെഫിനേഷൻ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. ഇനി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ബയോസ്ഫിയർ റിസർവ്, ജൈവമണ്ഡല റിസർവ് എന്ന് പറയും. ബയോസ്ഫിയർ റിസർവ് എടുക്കുമ്പം പശ്ചിമഘട്ടം നമ്മൾ പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ബയോസ്ഫിയർ റിസർവ് ആയിട്ടല്ലേ നമ്മൾ പരിശോധിക്കുന്നത്. ഈ സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെ തന്നെ പഠിക്കണം. കാരണം ഡിഗ്രി മത്സര പരീക്ഷയ്ക്കോ അല്ലെങ്കിൽ 10th ലെവൽ മെയിൻസ് പരീക്ഷയ്ക്കോ അല്ലെങ്കിൽ ഏത് മത്സര പരീക്ഷ ആയിക്കോട്ടെ, നമ്മൾ പോകുന്ന സമയത്ത് നമുക്കൊരു ഫോക്കസിങ് പോയിന്റ് വേണം. ജൈവമണ്ഡല റിസർവുകൾ അല്ലെങ്കിൽ ബയോസ്ഫിയർ റിസർവ് എന്ന് പറഞ്ഞാൽ ഓരോ സസ്യ ജന്തുജാലങ്ങളുണ്ട്, അവയുടെ ആവാസ വ്യവസ്ഥയിൽ സംരക്ഷിക്കപ്പെടുന്ന വിവിധോദ്ദേശ സംരക്ഷിത പ്രദേശങ്ങളെ അറിയപ്പെടുന്ന പേരാണ് ജൈവമണ്ഡല റിസർവുകൾ. അപ്പൊ ഇവിടെ പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് എന്താണെന്നറിയാലോ, താഴെ പറയുന്നവയിൽ ജൈവമണ്ഡല റിസർവുകളുടെ പ്രധാനപ്പെട്ട ഉദ്ദേശങ്ങളിൽ പെടാത്തതേത് എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഈ പറയുന്ന 3 ഓപ്ഷനും കിട്ടും. ഒന്നാമത്തെ കണ്ടീഷൻ എന്ന് വെച്ചാൽ ഇതിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശങ്ങൾ, ഈ പറഞ്ഞ ജൈവമണ്ഡല റിസർവിന്റെ പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞാൽ, 1, ഭൗതിക പരിസ്ഥിതിയിലെ സസ്യജാലങ്ങളും മൃഗങ്ങളും അടങ്ങുന്ന പ്രകൃതി പൈതൃകത്തിന്റെ പൂർണ്ണതയും വൈവിധ്യവും നിലനിർത്തുക. പരിസ്ഥിതി സംരക്ഷണത്തിനും പരിസ്ഥിതി പരിപാലനത്തിന്റെ മറ്റു മേഖലകളിലും ഗവേഷണങ്ങൾക്ക് പ്രോത്സാഹനം കൊടുക്കുക എന്നുള്ളതാണ് ഈ പറയുന്ന ജീവമണ്ഡല റിസർവിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശങ്ങൾ. മൂന്നാമത്തത് വിദ്യാഭ്യാസം. ഗവേഷണം വന്ന ഓട്ടോമാറ്റിക്കലി വിദ്യാഭ്യാസം, ബോധവൽക്കരണം, വിശദീകരണം എന്നിവയ്ക്കുള്ള സംവിധാനങ്ങൾ ഒരുക്കുക. ഈ 3ഉമാണ് എന്തിന്റെ, ഈ പറയുന്ന ജൈവമണ്ഡല റിസർവുകളുടെ പ്രധാനപ്പെട്ട ഉദ്ദേശങ്ങൾ. ഇതൊന്ന് ഓർത്തു വെക്കുക. പരീക്ഷയ്ക്ക് പറഞ്ഞല്ലോ, നമ്മൾ ഏതെങ്കിലും ടോപ്പിക്കിൽ നിന്ന് 3 ഉത്തരങ്ങൾ 3 മേഖലകൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായും അത് മത്സര പരീക്ഷയിൽ ചോദിക്കും. വേറെ ഒരു ഓപ്ഷൻ ആയിരിക്കും ചോദ്യകർത്താവ് ചോദിക്കുന്നത്. അപ്പൊ ഇന്നത്തെ PDF വർക്കൗട്ട് ബാജ് കൊടുത്തേക്കുന്ന PDF വളരെ വ്യക്തമായിട്ട് ഈ പറയുന്ന കണ്ടന്റുകളെല്ലാം A to Z കാര്യങ്ങളായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിനെ ക്ലാസ് വരും ദിവസങ്ങളിൽ എടുത്തു തന്നോളാം. ഇപ്പം നിങ്ങൾ പഠിക്കേണ്ട ഏരിയ ഇതാണ്. ഓക്കെ, അതിൽ നമ്മൾ പവിഴം എന്നറിയപ്പെടുന്ന ഒരു ടോപ്പിക് കൊടുത്തേപ്പുണ്ട്. കോറൽ പോളിപ്സുമായി ബന്ധപ്പെട്ട് വേറെ ഒന്നുമില്ല, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. പവിഴപ്പുറ്റുകളുടെ പറുദീസ എന്നറിയപ്പെടുന്ന കേന്ദ്രഭരണ പ്രദേശം ലക്ഷദ്വീപാണ്. പവിഴപ്പുറ്റുകൾക്ക് അല്ലെങ്കിൽ പവിഴപ്പുറ്റുകൾക്ക് കാരണക്കാരായിട്ടുള്ള ജീവജാലങ്ങളുടെ പേരാണ് കോറൽ പോളിപ്സ്. ഈ കോറൽ പോളിപ്സിന്റെ സാന്നിധ്യം മൂലം ഉണ്ടാകുന്ന ചുണ്ണാമ്പിന്റെ അംശത്തിന്റെ പേരാണ് പവിഴം അല്ലെങ്കിൽ കോറൽ എന്ന് പറയുന്നത്. പവിഴപ്പുറ്റുകളുടെ പറുദീസ എന്നറിയപ്പെടുന്ന എന്തിനെയാണ്, അത് ലക്ഷദ്വീപാണ്. ഈ കണ്ടന്റുകളെല്ലാം സോർട്ട് ചെയ്ത് നമുക്ക് കിട്ടണം. ഈ പറയുന്ന PDF ഉറപ്പായിട്ടും ഇന്നത്തെ വർക്കൗട്ട് ബാച്ചിലുള്ളവർ ദയവ് ചെയ്ത് വായിച്ച് റിവൈസ് ചെയ്യണം. എന്നിട്ടേ ഇന്നത്തെ 9 മണിക്കത്തെ എക്സാം അറ്റൻഡ് ചെയ്യാവും. ഓക്കെ ആണല്ലോ? അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നമ്മുടെ ആൻസർ കീയിലേക്ക് വരണമല്ലോ. ആദ്യം എഴുതിയ ഒരു പ്രസ്താവന ചോദ്യങ്ങളുണ്ടല്ലോ. പന്നിമൂക്കൻ തവള കാണപ്പെടുന്ന കേരളത്തിലെ വന്യജീവി സങ്കേതം ഏതല്ല? ചിന്നാറല്ല, അത് കരിമ്പിൻപുഴയാണ്. കരിമ്പിൻപുഴ എന്നാണ്, അതൊന്ന് ഓർത്തു നോക്കുക. സോറി, കരിമ്പിൻപുഴയല്ല, കരിമ്പുഴയാണ്. ഉത്തരം ഓപ്ഷൻ D ആണ്. അതായത് പന്നിമൂക്കൻ തവള കാണപ്പെടുന്ന കേരളത്തിലെ വന്യജീവി സങ്കേതത്തിന്റെ പേര്
അത് കരിമ്പുഴയാണ്. കരിമ്പിൻ പുഴയല്ലേ, കരിമ്പുഴയാണ്. പന്നിമുക്കൻ തവള കാണപ്പെടുന്ന കേരളത്തിലെ വന്യജീവി സങ്കേതം കരിമ്പുഴയാണ്. ഇനി നമുക്ക് വേണ്ട പ്രധാനപ്പെട്ട സ്റ്റേറ്റ്മെന്റുകൾ പഠിക്കുക. കേരളത്തിൽ ആകെ ദേശീയോദ്യാനങ്ങൾ 5 എണ്ണമാണ്. നമുക്ക് വേണ്ടത് PSCയുടെ ഉത്തരസൂചിക പ്രകാരം. ചിലപ്പോൾ നിങ്ങൾ വായിക്കുന്ന മെറ്റീരിയൽസിൽ 6 ആയിരിക്കും. കാരണം പെരിയാറിനെ കൂടെ ഈ ദേശീയോദ്യാനമായിട്ട് ആ റാങ്ക് ഫയൽ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട കണ്ടന്റിൽ കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, കേരള PSCയുടെ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് നമുക്ക് വേണ്ടത്. കേരളത്തിലെ ദേശീയോദ്യാനങ്ങളുടെ എണ്ണം 5 എണ്ണം എന്നാണ് PSC ഉത്തരസൂചികയിൽ കൊടുത്തേക്കുന്നത്. ഈ 5 എണ്ണവും നമ്മൾ പഠിക്കണം. അപ്പൊ ഈ 5 എണ്ണം സ്ഥാപിച്ച വർഷം പഠിക്കണം, 5 എണ്ണത്തിന്റെ ജില്ല പഠിക്കണം, 5 എണ്ണവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ സവിശേഷതകളുണ്ടോ അതെല്ലാം പഠിച്ചെങ്കിൽ മാത്രമാണ് നമ്മൾ എഴുതാൻ പോകുന്ന 2025 നമ്മൾ എഴുതാൻ പോകുന്ന മത്സര പരീക്ഷയിൽ നമുക്ക് ശോഭിക്കാൻ പറ്റും. അപ്പൊ നമുക്ക് വേണ്ട പ്രധാനപ്പെട്ട ചോദ്യം, കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു ദേശീയോദ്യാനമാണ് ഇരവികുളം ദേശീയോദ്യാനം. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഇരവികുളം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഇടുക്കി ജില്ലയിൽ. പെട്ടെന്ന് പഠിക്കുക, ഇരവികുളം ഇടുക്കി ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിൽ ആദ്യത്തെ ദേശീയോദ്യാനം ഏതാ ചോദിക്കും. കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം ഏതാണ്? അത് ഇരവികുളം ദേശീയോദ്യാനമാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനം, കേരളത്തിലെ ഏറ്റവും വലിയ NB എന്ന് ഉദ്ദേശിക്കുന്നത് നാഷണൽ പാർക്ക്. കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? അത് ഇരവികുളത്താണ്. ഇരവികുളം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? ഇടുക്കി ജില്ലയാണ്. ഇനി ഈ പറയുന്ന ഇരവികുളം സ്ഥിതി ചെയ്യുന്ന താലൂക്ക് ചോദിക്കും. അത് ദേവികുളം താലൂക്കാണ് ഇരവികുളം ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന താലൂക്ക്. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. കേരളത്തിൽ ആദ്യത്തെ പ്രസ്താവനകളായിട്ടൊന്ന് പറഞ്ഞു തന്നെ. കേരളത്തിൽ ആദ്യത്തെ ദേശീയോദ്യാനം ഇരവികുളം ദേശീയോദ്യാനമാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനം ഇരവികുളം ദേശീയോദ്യാനമാണ്. ഇരവികുളം ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന ജില്ല പാലക്കാട് എന്ന് പ്രസ്താവന കൊടുത്താൽ അത് തെറ്റാ. കേരളത്തിലെ ദേശീയോദ്യാനമായ ഇരവികുളം സ്ഥിതി ചെയ്യുന്നത് എവിടെയാ? അത് ഇടുക്കി ജില്ലയിലാണ്. ഈ പറഞ്ഞ ഇരവികുളം ദേശീയോദ്യാനം ഏത് താലൂക്കിലാണ് സ്ഥിതി ചെയ്യുന്നത്? ദേവികുളം താലൂക്കിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. ഇവിടെ സംരക്ഷിക്കുന്ന പ്രധാനപ്പെട്ട ജീവിയാണ് വരയാട്. വരയാടിന്റെ സംരക്ഷണ കേന്ദ്രം കൂടിയാണല്ലോ. വംശനാശ ഭീഷണി നേരിടുന്ന വരയാടുകളുടെ അത്യപൂർവ ഇനത്തിൽപ്പെട്ട വരയാടുകളുടെ സംരക്ഷണ കേന്ദ്രം കൂടിയാണ് ഈ പറയുന്ന ഇരവികുളം ദേശീയോദ്യാനം. ഇരവികുളം ദേശീയോദ്യാനത്തിലെ സംരക്ഷിത മൃഗമായ വരയാടിന്റെ ശാസ്ത്രീയ നാമം നീലഗിരി ട്രാഗസ് എന്നാണ്. ഹൈലോക്രിയസ് ട്രാഗസ് എന്ന് പഠിച്ചാലും തെറ്റില്ല. നീലഗിരി ടാർസ് എന്നോ അല്ലെങ്കിൽ നീലഗിരി ട്രാഗസ് എന്നോ ഹൈലോക്രിയസ് ട്രാഗസ് എന്നറിയപ്പെടുന്നതും വരയാടിനെ തന്നെയാണ്. ഇനി മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. നമ്മൾ ഈ പറയുന്ന ഇരവികുളത്തെ സംരക്ഷിക്കുന്ന ഈ പറയുന്ന നീലഗിരി ട്രാഗസ് എന്നറിയപ്പെടുന്ന ഹൈലോക്രിയസ് ട്രാഗസ് തമിഴ്നാടിന്റെ സംസ്ഥാന മൃഗമാണ്. അതുകൂടി ഒന്നോർത്തു വെക്കണേ. തമിഴ്നാടിന്റെ സംസ്ഥാന മൃഗം ഏതെന്ന് ചോദിച്ചാൽ അതിനുത്തരം ഏത് തന്നെയാണ്? അത് വരയാട് തന്നെയാണ്. അപ്പോൾ ദേശീയോദ്യാനങ്ങളെ പഠിക്കുമ്പം ഇത്രയും കണ്ടന്റ് റിവൈസ് ചെയ്യണം. കേരളത്തിലെ ദേശീയോദ്യാനങ്ങൾ ആകെ 5 എണ്ണമുണ്ട്, അത് പഠിക്കണേ. കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനവും കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം ഏതാണ്? അത് ഇരവികുളം ദേശീയോദ്യാനമാണ്. ഇരവികുളം ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി ജില്ലയിലാണ്. ഇരവികുളം ദേശീയോദ്യാനം ഏത് താലൂക്കിലാണ് സ്ഥിതി ചെയ്യുന്നത്? ദേവികുളം താലൂക്കിലാണ് സ്ഥിതി ചെയ്യുന്നത്. വരയാടുകളുടെ സംരക്ഷണ കേന്ദ്രം എന്നറിയപ്പെടുന്നത് ഇരവികുളം ദേശീയോദ്യാനമാണ്. വരയാടിന്റെ ശാസ്ത്രീയ നാമം ഹൈലോക്രിയസ്, ഹൈലോക്രിയസ് ട്രാഗസ് എന്നാണ്. നീലഗിരി ട്രാഗസ് എന്ന് പഠിച്ചാലും തെറ്റില്ല, നീലഗിരി താറെന്ന് പഠിച്ചാലും തെറ്റില്ല. ഓക്കെ ആണല്ലോ. ദെൻ തമിഴ്നാടിന്റെ സംസ്ഥാന മൃഗം എന്നറിയപ്പെടുന്നത് ആരെയാണ്? അത് വരയാടാണ്. അതുകൂടി ഒന്ന് ഓർത്തു വെക്കണം. ഓക്കെ, പറഞ്ഞല്ലോ. വീണ്ടും ആവർത്തിക്കും, ഇന്നത്തെ വർക്കൗട്ട് ബാച്ചിൽ ഈ കണ്ടന്റ് പഠിക്കണം. ഇതിന്റെ PDF ഉണ്ട്. രാവിലെ പബ്ലിഷ് ചെയ്തേക്കുന്ന PDF നോട്ട്സ്, കറണ്ട് അഫേഴ്സ്, സയൻസ്, ഇത്രയും ടോപ്പിക്ക് പഠിച്ചിട്ട് വേണം ഇന്ന് രാത്രിയിലത്തെ പരീക്ഷ. രാത്രി 9 മണിക്ക് PSC ഇൻഫ്ലുവൻസറിന്റെ കോമൺ ടെലഗ്രാം ഗ്രൂപ്പിൽ കണ്ടക്ട് ചെയ്യുന്ന എക്സാം അറ്റൻഡ് ചെയ്യണം. എക്സാം ഡീറ്റെയിൽസും ഈ പറഞ്ഞ PDF നോട്ട്, ഈ ക്ലാസ്സിന്റെ ലിങ്കും എല്ലാം കിട്ടുന്നതിന് വേണ്ടി, ഫ്രീ ആയിട്ട് കിട്ടുന്നതിന് വേണ്ടി PSC ഇൻഫ്ലുവൻസറിന്റെ കോമൺ ടെലഗ്രാം ഗ്രൂപ്പിൽ ഏകദേശം 20,100ഓളം ഉദ്യോഗാർത്ഥികൾ ആ ഗ്രൂപ്പിൽ ജോയിൻഡ് ആണ്. ടെലഗ്രാം ചാനലിൽ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം, ആരെയും നിർബന്ധിക്കുന്നില്ല. ദെൻ വർക്കൗട്ട് ബാച്ചുമായി ബന്ധപ്പെട്ട് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് സെയിൽസ്മാൻ 10th ലെവൽ മെയിൻസ്, യൂണിഫോം തസ്തികയ്ക്ക് വേണ്ടിയുള്ള സല്യൂട്ട് 2025 എന്നറിയപ്പെടുന്ന ഇത്രയും വർക്കൗട്ട് ബാച്ച് നിലവിൽ റണ്ണിംഗ് ആണ്. വർക്കൗട്ട് ബാച്ച് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ആരെയും, വീണ്ടും ആവർത്തിക്കുന്നു,
താല്പര്യമുള്ളവർ ഈ കൊടുത്തേക്കുന്ന 9072728242 നമ്പറിൽ ജസ്റ്റ് ഒരു വാട്സാപ്പ് മെസ്സേജ് ഇടുക. വാട്സാപ്പ് മെസ്സേജ് ഇടുമ്പോൾ നിങ്ങൾ ദയവ് ചെയ്ത് നിങ്ങൾ ഏത് വർക്കൗട്ട് ബാച്ചിലേക്കാണോ ഓപ്റ്റ് ചെയ്യുന്നത് അത് ദെൻ നിങ്ങളെ പേര് കൂടി ഒന്ന് മെൻഷൻ ചെയ്യണം. കാരണം ഒത്തിരി കുട്ടികൾ വെറുതെ വർക്കൗട്ട് ബാച്ച് എന്ന് മാത്രമേ മെൻഷൻ ചെയ്യാറുള്ളൂ. ഏത് വർക്കൗട്ട് ബാച്ച് എന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണമെങ്കിൽ നിങ്ങൾ പ്രോപ്പറായിട്ട് ഒരു മെസ്സേജ് ഇട്ടേക്കുക. അപ്പോൾ പ്രോപ്പറായിട്ടുള്ള PDF നോട്ട്സും വീഡിയോ ക്ലാസ്സും എക്സാമും എല്ലാം നിങ്ങൾക്ക് ഡെയിലി കൃത്യമായിട്ട് കിട്ടുന്നതായിരിക്കും. അതുകൂടി ഒന്ന് ഓർക്കുക. ഓക്കെ, ദെൻ ഈ പറയുന്ന ഇരവികുളം ദേശീയോദ്യാനത്തെ പറ്റി ഡിസ്കസ് ചെയ്യുമ്പോൾ ആദ്യം ഈ പറഞ്ഞ ഇരവികുളം ആദ്യം വന്യജീവി സങ്കേതമായിട്ടാണ് പ്രഖ്യാപിക്കുന്നത്. ആദ്യം ഇരവികുളത്തെ വന്യജീവി സങ്കേതമായിട്ട് പ്രഖ്യാപിക്കുന്നത് 1975. അപ്പൊ 1975 ഇരവികുളം വന്യജീവി സങ്കേതമായി പ്രഖ്യാപിക്കുന്നത്. ഇനി മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ഈ ഇരവികുളത്തെ ദേശീയോദ്യാനം അല്ലെങ്കിൽ നാഷണൽ പാർക്കായിട്ട് പ്രഖ്യാപിക്കുന്നത് 1978. ടിക്ക് ചെയ്തേക്കണ ഈ പറയുന്ന പ്രധാനപ്പെട്ട പോയിന്റുകളാണ്. ദേശീയോദ്യാനമായിട്ട് പ്രഖ്യാപിക്കുന്ന 1978 ഇടുക്കി ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ദെൻ ഇരവികുളവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, ഈ ഇരവികുളം താണ്, അതായത് ഇടുക്കി ജില്ലയിലെ ദേവികുളം താലൂക്കിൽ സ്ഥിതി ചെയ്യുന്ന ഈ പറയുന്ന ഇരവികുളം ദേശീയോദ്യാനത്തിലാണ് ആനമുടി സ്ഥിതി ചെയ്യുന്നത്. എന്താ ഈ പറയുന്ന ആനമുടിയുടെ പ്രത്യേകത? നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. തെക്കേ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി, തെക്കേ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ആനമുടി. ആനമുടി സ്ഥിതി ചെയ്യുന്നത് ഏത് ദേശീയോദ്യാനത്തിലാണ്? അത് ഇടുക്കി ജില്ലയിലെ ഇരവികുളം ദേശീയോദ്യാനത്തിലാണ്. മറക്കല്ലേ. അപ്പൊ മറ്റൊരു ക്വസ്റ്റ്യൻ കൂടെ ആവർത്തിക്കും പറയുന്നു, വിനോദസഞ്ചാര കേന്ദ്രമായിട്ടുള്ള രാജമല ഏത് ദേശീയോദ്യാനത്തിന്റെ ഭാഗമാണെന്ന് ചോദിച്ചാൽ അതിനുത്തരം അത് ഇടുക്കി ജില്ലയിലെ ഇരവികുളത്തിന്റെ ഭാഗമാണ്. അപ്പൊ ഇരവികുളം ദേശീയോദ്യാനത്തെ പറ്റി പഠിക്കുമ്പം ഇരവികുളം വന്യജീവി സങ്കേതമായി പ്രഖ്യാപിക്കുന്ന വർഷം 1975, ഇരവികുളം ദേശീയോദ്യാനമായി പ്രഖ്യാപിക്കുന്ന വർഷം 1978. ഇരവികുളം സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? ഇടുക്കി ജില്ലയിലാണ്, ദേവികുളം താലൂക്കിലാണ്. മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത, ആനമുടി സ്ഥിതി ചെയ്യുന്നു. ആനമുടിയുടെ പ്രത്യേകത തെക്കേ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ആനമുടി. ആനമുടിയുടെ ഉയരം ഉൾപ്പെടെയുള്ള കണ്ടന്റിന്റെ PDF കേരള ഭൂമിശാസ്ത്രത്തിന്റെ മാജിക് മന്ത്ര പാർട്ട് 1 പാർട്ട് 2 എന്നും പറഞ്ഞ് വർക്കൗട്ട് ബാച്ചിൽ കൊടുത്തിട്ടുണ്ട്. അത് ഇന്നത്തെ വായനയിൽ അത് ഉൾപ്പെടുത്തണം. ഈ ക്ലാസ് കാണണം, അതിനോടൊപ്പം കറണ്ട് അഫേഴ്സ് വായിക്കണം. ഇന്ന് തന്നിട്ടുള്ള വർക്കൗട്ട് ബാച്ചിൽ തന്നിട്ടുള്ള കറണ്ട് അഫേഴ്സ് വായിക്കണം. വർക്കൗട്ട് ബാച്ചിൽ തന്നിട്ടുള്ള സയൻസ് ഫാക്റ്റും പഠിച്ചതിന് ശേഷമാണ് രാത്രി 9 മണിക്ക് എക്സാം അറ്റൻഡ് ചെയ്യേണ്ടത്. ഓക്കെ, ഡെയിലി ഇത് നമ്മൾ എന്ത് ചെയ്യുക? റിവൈസ് ചെയ്ത് പോവുകയാണ്. ദെൻ വിനോദസഞ്ചാര കേന്ദ്രമായ രാജമല ഇതിന്റെ ഭാഗമാണ്? ഇരവികുളത്തിന്റെ ഭാഗമാണ്. ഇത്തരം കാര്യങ്ങളൊക്കെ ആണല്ലോ. ഇനി മറ്റൊരു ചോദ്യത്തിലേക്ക് ന്യൂജൻ ചോദ്യത്തിലേക്ക് വരുവാണ്. താഴെ പറയുന്നവയിൽ തെറ്റായ ജോഡി ഏത്? അതിന് ബ്രാക്കറ്റ് കൊടുത്തിട്ടുണ്ട് കേരളത്തിലെ ദേശീയോദ്യാനങ്ങൾ, അത് സ്ഥാപിച്ച വർഷം, അത് സ്ഥിതി ചെയ്യുന്ന ജില്ല. ഈ ഒരു ഓർഡറിലാണ് കേരള PSC കൊടുത്തേക്കുന്ന ഈ ഒരു ചോദ്യം. അപ്പൊ നമുക്ക് എന്ത് വേണം? ഇത് തെറ്റായ ജോഡി ഐഡന്റിഫൈ ചെയ്യണമെങ്കിൽ ആദ്യം ഈ പറഞ്ഞ കേരളത്തിലെ എത്ര ദേശീയോദ്യാനങ്ങളുണ്ടോ അത്രയും ദേശീയോദ്യാനങ്ങൾ സ്ഥാപിതമായ വർഷം കിട്ടണം. അത് ഏത് ജില്ലയിലാണെന്ന് കിട്ടണം, അത് സ്ഥിതി ചെയ്യുന്ന ജില്ല, സ്ഥാപിതമായ വർഷം, ഇത് മൂന്നും കിട്ടണം. അപ്പൊ ഒന്നാമത്തെ വസ്തുത, നമുക്ക് ഇരവികുളത്തിന്റെ വസ്തുത തന്നെ ആദ്യം എടുക്കാം. ഇരവികുളം ദേശീയോദ്യാനമായി പ്രഖ്യാപിക്കുന്നത് 1978. ഇരവികുളം സ്ഥിതി ചെയ്യുന്നത് പാലക്കാടാണോ? അല്ലേ. നമ്മൾ ഇപ്പം പഠിപ്പിച്ച പ്രത്യേകതയാണ്. ഇരവികുളം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? അത് ഇടുക്കി ജില്ലയിലല്ലയോ? അപ്പൊ നമുക്ക് വേണ്ട ആൻസർ ആയിട്ട് വരേണ്ടത് ആദ്യം തന്നെ നമ്മൾ തിരിച്ചറിഞ്ഞു. ഇരവികുളം എവിടെയല്ല? പാലക്കാട് ജില്ലയിലല്ല, ഇരവികുളം ഇടുക്കി ജില്ലയിലാണ്. അപ്പൊ ഇരവികുളം ഈ പറഞ്ഞ ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ച വർഷം 1978. അതുവരെ ശരിയാ, ഇരവികുളം 1978 ദേശീയോദ്യാനമായി പ്രഖ്യാപിക്കുന്നു. പക്ഷെ ജില്ല എവിടെ അല്ല? പാലക്കാടല്ല. അപ്പൊ ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാ. ദെൻ ഓപ്ഷനിലേക്ക് വന്നാൽ സൈലന്റ് വാലി നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. പുരാണങ്ങളിൽ സൈരന്ത്രി വനം എന്നറിയപ്പെട്ട പ്രധാനപ്പെട്ട ഒരു പ്രദേശമാണല്ലോ സൈലന്റ് വാലി. ചീവീടുകളുടെ അഭാവം അവിടെ സൈലന്റ് വാലി എന്ന പേര് നിർദ്ദേശിക്കുന്നു. ദെൻ സൈലന്റ് വാലി ദേശീയോദ്യാനമായി പ്രഖ്യാപിക്കുന്നത് 1984 പാലക്കാട് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. കരിമ്പനകളുടെ നാടെന്നറിയപ്പെടുന്ന ജില്ലയാണല്ലോ പാലക്കാട്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന ജില്ലയാണല്ലോ പാലക്കാട്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്ന ജില്ലയാണല്ലോ പാലക്കാട്. ഒത്തിരി പ്രത്യേകതയുണ്ട്. ദെൻ പാലക്കാടുമായി ബന്ധപ്പെട്ട് നമുക്ക് വേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു ടൈമുണ്ട്. പാലക്കാട് നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കണ്ടന്റ് ഓർത്തു വെക്കണം. ഓക്കെ, അതിന്റെ കൂടെ തന്നെ പഠിക്കേണ്ട കാര്യമാണ് സൈലന്റ് വാലി 1984 സ്ഥാപിതമായി, ദേശീയോദ്യാനമായി സ്ഥാപിതമായി പാലക്കാട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു. അതും ശരിയാണ്. ഓപ്ഷൻ സിയിലേക്ക് വന്നാൽ ആനമുടി ചോല, വേറെ ഒന്നുമില്ല, ആനമുടി ചോല, മതികെട്ടാൻ ചോല, പാമ്പാടിൻ ചോല, ഇത് മൂന്നും സ്ഥാപിതമായത് സെയിം വർഷമാണ്, 2003. ഈ 3 ചോലയും താണ്ട് വേറെ ഒന്നും ആലോചിക്കണ്ട, ഈ 3 ചോലയും 2003. അങ്ങനെങ്കിൽ ഓർത്തു വെക്ക്, ആനമുടി ചോല, മതികെട്ടാൻ ചോല, പാമ്പാടിൻ ചോല, ഇത് 3 സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? ഇടുക്കി ജില്ലയിലാണ്.
2003 മൂന്നും സ്ഥാപിതമായത്. ഇത്രയും കാര്യങ്ങളൊക്കെ ആണല്ലോ. അപ്പൊ ആനമുടിച്ചോല 2003 ഇടുക്കി ജില്ല, മതികെട്ടാൻ ചോല 2003 ഇടുക്കി ജില്ല, പിന്നെ ഒരു ഓപ്ഷൻ കൂടെ ഉണ്ടാണല്ലോ, ഏത് ഈ പറയുന്ന പാമ്പാടും ചോല, അത് 2003 ഇടുക്കി ജില്ലയിൽ തന്നെ. അപ്പൊ ഇതിൽ ആൻസർ ആയിട്ട് വരേണ്ടത് ഓപ്ഷൻ എ ആണ് തെറ്റായ ജോഡി. ഓപ്ഷൻ എ ആയിട്ടുള്ള തെറ്റായ ജോഡി എന്ന് പറഞ്ഞാൽ ഇരവികുളം സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? ഇടുക്കി ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങളൊക്കെ ആണല്ലോ. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ആനമുടിച്ചോല, മതികെട്ടാൻ ചോല, പാമ്പാടും ചോല, ഇത് മൂന്നും സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി ജില്ലയിലാണ്. 2003 ഈ മൂന്നിനെയും ദേശീയോദ്യാനമായി പ്രഖ്യാപിക്കുന്നത്. ഇനി നമ്മൾ ഈ പറഞ്ഞ ദേശീയോദ്യാനം പഠിക്കുന്ന അതേ സമയത്ത് തന്നെ പെരിയാർ എന്നറിയപ്പെടുന്ന വന്യജീവി സംരക്ഷണ കേന്ദ്രത്തെ പറ്റി ഒന്ന് ഓർത്തു വെക്കണം. ഇക്കഴിഞ്ഞ മത്സര പരീക്ഷയ്ക്ക് ഉൾപ്പെടെ ചോദ്യം ഉണ്ടായിരുന്നു. താഴെ പറയുന്നവയിൽ ഒറ്റപ്പെട്ടതേത്? പെരിയാർ ഒരു ദേശീയോദ്യാനമായിട്ട് പ്രഖ്യാപിച്ചിട്ടില്ല. കേരള PSCയുടെ ആൻസർ കീ പ്രകാരം കേരളത്തിൽ ആകെ എത്ര? 5 ദേശീയോദ്യാനങ്ങളുണ്ട്. പെരിയാർ എന്നറിയപ്പെടുന്ന വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന താലൂക്ക് പീരുമേട് താലൂക്ക്. ഈ പെരിയാർ എന്നറിയപ്പെടുന്ന വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന വില്ലേജുകൾ കുമളി, മ്ലാപ്പാറയാണ്. ഒന്ന് നോട്ട് ചെയ്തേക്കണം. 140ലധികം ഓർക്കിഡ് ഇനങ്ങൾ കാണപ്പെടുന്ന കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു സ്ഥലം കൂടിയാണ്, അല്ലെങ്കിൽ ഈ പ്രധാനപ്പെട്ട ഒരു വന്യജീവി സംരക്ഷണ കേന്ദ്രം കൂടിയാണ് പെരിയാർ എന്നറിയപ്പെടുന്നത്. അതൊന്ന് ഓർത്തു വെക്കണം, വളരെ പ്രധാനപ്പെട്ടത്. ഇനി ഏറ്റവും കൂടുതൽ തവണ മത്സര പരീക്ഷയിൽ ധാരാളമായി ചോദിച്ചിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ് സൈലന്റ് വാലി. കേരളത്തിലെ ഏക നിത്യഹരിത മഴക്കാട് എന്ന വിശേഷണമുള്ളത് സ്ഥലം കൂടിയാണ് സൈലന്റ് വാലി. സൈലന്റ് വാലിയെ നാഷണൽ പാർക്കായി, ദേശീയോദ്യാനമായി പ്രഖ്യാപിക്കുന്നത് 1984 ഇന്ദിരാഗാന്ധിയാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. ഇന്ത്യയുടെ സമഗ്രമായിട്ടുള്ള സാമ്പത്തിക വികസനത്തിനും ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനും വേണ്ടി 20 പരിപാടി കൊണ്ടുവന്നത് ഇന്ദിരാഗാന്ധിയെ. 20 പോയിന്റ് പ്രോഗ്രാം. നിങ്ങൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഒക്കെ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ ഡിസ്കസ് ചെയ്യും. 20 പോയിന്റ് പ്രോഗ്രാം, ICDS ഉൾപ്പെടെ ഉള്ള പ്രധാനപ്പെട്ട പദ്ധതികളെല്ലാം ഇന്ദിരാഗാന്ധിയാണ് കൊണ്ടുവരുന്നത്. ഇന്ത്യയുടെ ഉരുക്കു വനിത എന്നറിയപ്പെടുന്നത് ഇന്ദിരാഗാന്ധിയാണ്. ബാങ്കിങ് ദേശസാൽക്കരണം അല്ലെങ്കിൽ ബാങ്കുകളുടെ ദേശസാൽക്കരണവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് ഇന്ദിരാഗാന്ധി. ഇന്ത്യയുടെ ഉരുക്കു വനിത എന്നറിയപ്പെടുന്നു. ആ വിശേഷണങ്ങളെല്ലാം നിങ്ങൾക്കറിയാം. അപ്പൊ ഇതുകൂടി ഒന്ന് ആഡ് ചെയ്ത് വെക്കണം. ദേശീയോദ്യാനമായി സൈലന്റ് വാലിയെ പ്രഖ്യാപിക്കുന്നത് 1984 ആരാണ്? ഇന്ദിരാഗാന്ധിയാണ് പ്രഖ്യാപിച്ചു. ഇനി പക്ഷേ ഈ സൈലന്റ് വാലി ദേശീയോദ്യാനമായിട്ട് ഉദ്ഘാടനം ചെയ്യുന്നത് 1985 അത് രാജീവ് ഗാന്ധിയാണ്. അപ്പൊ ദേശീയോദ്യാനമായി പ്രഖ്യാപിക്കുന്നത് ഇന്ദിരാഗാന്ധിയും ദേശീയോദ്യാനമായിട്ട് ഉദ്ഘാടനം ചെയ്യുന്ന 1985 രാജീവ് ഗാന്ധിയാണ്. ഇനി ഈ പറയുന്ന സൈലന്റ് വാലിയെ ബഫർ സോണായി പ്രഖ്യാപിക്കുന്നത് എന്താണ്? ബഫർ സോൺ എന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് എടുത്തോളാം. ബഫർ സോണായി പ്രഖ്യാപിക്കുന്നത് 2007. അപ്പൊ സൈലന്റ് വാലിയെ ദേശീയോദ്യാനമായി പ്രഖ്യാപിക്കുന്ന 84, ഉദ്ഘാടനം തൊട്ടടുത്ത വർഷം 85, ബഫർ സോൺ ആക്കുന്നത് 2007. ദെൻ ഈ പറഞ്ഞ സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്ന താലൂക്ക് ഏതെന്ന് ചോദിച്ചാൽ അത് മണ്ണാർക്കാട് താലൂക്കാണ്. പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് താലൂക്കിലാണ് സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ ഏക, വൺ ആൻഡ് ഉള്ളി എന്നാ പറയുന്നത്, കേരളത്തിലെ ഏക നിത്യഹരിത മഴക്കാട് ഏതെന്ന് ചോദിച്ചാൽ അതിനുത്തരം ഏതാണ്? അത് സൈലന്റ് വാലിയാണ്. ഒന്ന് ഓർത്തു വെക്കണം. ഇനി പറയുന്ന സൈലന്റ് വാലിയോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന തമിഴ്നാട്ടിലെ ദേശീയോദ്യാനത്തിന്റെ പേരാണ് മുക്കുറുത്തി ദേശീയോദ്യാനം. സൈലന്റ് വാലിയോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്നതാണ്. സൈലന്റ് വാലിയോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന തമിഴ്നാട്ടിലെ ദേശീയോദ്യാനത്തിന്റെ പേര് മുക്കുറുത്തി ദേശീയോദ്യാനം. ചില മെറ്റീരിയൽസിൽ മുക്കുറിഞ്ഞി എന്നാണ് കൊടുത്തേക്കുന്നത്. ആൻസർ മുക്കുറുത്തിയാണ്. ദെൻ ഈ പറഞ്ഞ സൈലന്റ് വാലിയുടെ പ്രഖ്യാപനമൊക്കെ നമ്മൾ പറഞ്ഞല്ലോ. സൈലന്റ് വാലിയെ റിസർവ് വനമായി പ്രഖ്യാപിക്കുന്നത് 1914. അങ്ങനെ ഈ സൈലന്റ് വാലി റിസർവ് വനമായി പ്രഖ്യാപിക്കുമ്പം ഈ പേര് നിർദ്ദേശിച്ചത് റോബർട്ട് വൈറ്റ് ആണ്. ചില മെറ്റീരിയൽസിൽ റോബർട്ട് റൈറ്റ് എന്ന് കൊടുത്തിട്ടുണ്ട്. കേരള PSC കൊടുക്കുന്ന ആൻസർ കീ ബേസ് ചെയ്ത് എന്താണ് ഓപ്ഷനിൽ അതെന്ന് എഴുതി വെക്കുക. ഉത്തരം റോബർട്ട് വൈറ്റ് ആണ്. ഇനി ഈ പറഞ്ഞ സൈലന്റ് വാലിയെ പുരാണങ്ങളിൽ എന്തു പേരിൽ അറിയപ്പെടുന്നത്? സൈരന്ത്രി വനം എന്നാണ് അറിയപ്പെടുന്നത്. വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. പുരാണങ്ങളിൽ അറിയപ്പെടുന്ന പേരെന്താ? സൈരന്ത്രി വനം. ഇനി സൈലന്റ് വാലി കൂടെ ഒഴുകുന്ന നദിയുണ്ട്. സൈലന്റ് വാലിയുടെ ഒഴുകുന്നത് കുന്തിപ്പുഴയാണ്. കേരളത്തിൽ മലിനീകരണം ഏറ്റവും കുറഞ്ഞ നദി ഏതെന്ന് ചോദിച്ചാൽ അത് കുന്തിപ്പുഴയാണ്. ഈ കുന്തിപ്പുഴയിലാണ് പാത്രക്കടവ് ജലവൈദ്യുത പദ്ധതി ആരംഭിക്കാൻ ഉദ്ദേശിച്ചത്. പിന്നീട് ഈ പറയുന്ന പരിസ്ഥിതി സംഘടനകളുടെയൊക്കെ എതിർപ്പിനെ തുടർന്ന് അത് മാറ്റിവെക്കുകയാണ്. അതൊന്ന് ഓർത്തു വെക്കണം. ഇനി സൈലന്റ് വാലിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി ഏതെന്ന് ചോദിച്ചാൽ അത് തൂതപ്പുഴയാണ്.
അപ്പോൾ സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന നദി ഏതാണ്? അത് കുന്തിപ്പുഴയാണ്. സൈലന്റ് വാലിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി ചോദിച്ചാൽ അത് തൂതപ്പുഴയാണ്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ്, സൈലന്റ് വാലിയിൽ കാണുന്ന അപൂർവ ഇനം ഓർക്കിഡിന്റെ പേര് ഏരിയ ത്യാഗി. നമ്മൾ നേരത്തെ ഒരു പ്രസ്താവന പറഞ്ഞായിരുന്നല്ലോ, സൈലന്റ് വാലിയിൽ കാണുന്ന അപൂർവ ഇനം പക്ഷിയുടെ പേര് ബ്ലാക്ക് ബുൾബുൾ. അതേപോലെ ഇതും കൂടെ പഠിച്ചു വെച്ചേക്കണം. സൈലന്റ് വാലിയിൽ കാണുന്ന അപൂർവ ഇനം ഓർക്കിഡിന്റെ പേരെന്താണ്? ഏരിയ ത്യാഗിയാണ്. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നമ്മൾ നേരത്തെ ഒരു കാര്യം പറഞ്ഞായിരുന്നല്ലോ, പെരിയാറുമായി ബന്ധപ്പെട്ട പോയിന്റ് പറഞ്ഞ സമയത്ത് 140-ലധികം ഓർക്കിഡ് ഇനങ്ങൾ കാണപ്പെടുന്ന കേരളത്തിലെ വന്യജീവി സങ്കേതത്തിന്റെ പേര് അത് പെരിയാറാണ്. ഇവിടെ നമ്മൾ പറഞ്ഞേക്കുന്നത് എന്ത്? സൈലന്റ് വാലിയിൽ കാണപ്പെടുന്ന അപൂർവ ഇനം ഓർക്കിഡിന്റെ പേര് ഏരിയ ത്യാഗി എന്ന്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, സിംഹവാലൻ കുരങ്ങ് ഇവിടെ ഉണ്ട്. ഈ പറയുന്ന സൈലന്റ് വാലിയിലുണ്ട്. സിംഹവാലൻ കുരങ്ങ് ഉണ്ട്. ഈ സിംഹവാലൻ കുരങ്ങിന്റെ ശാസ്ത്രീയ നാമമാണല്ലോ ഏത്? മക്കാക്ക സെലിനസ്. ഇപ്പൊ മക്കാക്ക സെലിനസ് എന്തിന്റെ ശാസ്ത്രീയ നാമമാണ്? ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണെന്നേ, നിങ്ങൾ വായിച്ച് റിവൈസ് ചെയ്യുന്നതാണ്, എനിക്കറിയാം. എന്നിരുന്നാലും പ്രധാനപ്പെട്ട പോയിന്റ് ഒന്ന് റിവിഷൻ ചെയ്യുന്നു അത്ര മാത്രം. അല്ലാതെ ലോകത്തില്ലാത്ത GK അങ്ങോട്ട് പറഞ്ഞു തരുമല്ലേ. ഇതെല്ലാം നിങ്ങളുടെ വായനയിൽ നിങ്ങൾ ഉൾപ്പെടുത്തുക. സിംഹവാലൻ കുരങ്ങിന്റെ ശാസ്ത്രീയ നാമം മക്കാക്ക സെലിനാസ. ഓക്കെ, മക്കാക്ക സെലിനസ്. ഇനി ഈ പറഞ്ഞ സിംഹവാലൻ കുരങ്ങ് അവിടെ നിൽക്കണമെങ്കിൽ വെടിപ്ലാവ് എന്നറിയപ്പെടുന്ന ഈ പറയുന്ന സസ്യജാലം അവിടെ വേണം. ആ വെടിപ്ലാവിൽ നിന്ന് കിട്ടുന്ന ചക്കയാണ് എന്ത് കഴിക്കുന്നത്? ഈ സിംഹവാലൻ കുരങ്ങ് കഴിക്കുന്നത്. അപ്പോൾ ഒരു ജീവിയെ, സിംഹവാലൻ കുരങ്ങിനെ അവിടെ സംരക്ഷിക്കുന്നു. സിംഹവാലൻ കുരങ്ങിന് ആവശ്യമായിട്ടുള്ള എന്ത് പറയുന്ന വാസസ്ഥലം ഉൾപ്പെടെയുള്ള സ്ഥലം സംരക്ഷിക്കപ്പെടുന്നു. അതിൻ്റെ ഭക്ഷണമായിട്ടുള്ള വെടിപ്ലാവിൽ നിന്ന് കിട്ടുന്ന ചക്ക, അപ്പോൾ വെടിപ്ലാവിനെ പ്രൊട്ടക്ട് ചെയ്യണം. അപ്പൊ അങ്ങനെ ഈ പറയുന്ന ഒരു ജീവജാലത്തിന് മുഴുവൻ അതിന്റെ വാസസ്ഥലം, അതിന്റെ ഭക്ഷണക്രമവുമായി ബന്ധപ്പെട്ട അനുബന്ധ എല്ലാ വസ്തുതകളും സംരക്ഷിക്കുകയാണ് എവിടെ ചെയ്യുന്നത്? ഈ പറഞ്ഞ ദേശീയോദ്യാനത്തിൽ ചെയ്യുന്നത് എന്ന വസ്തുത ഓർത്തു വെക്കണം. ദെൻ വെടിപ്ലാവിന്റെ ശാസ്ത്രീയ നാമം അത് കുലിനിയ എക്സാറിലേറ്റ. ചില മെറ്റീരിയൽസിൽ കുള്ളനിയ എക്സാറിലേറ്റ എന്ന് ഓർത്തിയപ്പോണ്ട് കുലിനിയ എക്സാറിലേറ്റ എന്നാണ്. അതുകൂടി ഒന്ന് ഓർത്തു വെക്കണം. വെടിപ്ലാവിന്റെ സാന്നിധ്യം മൂലമാണ് അവിടെ സിംഹവാലൻ കുരങ്ങ് നിലനിൽക്കുന്നത്. അതുകൂടി ഒന്ന് ഓർത്തു വെക്കണേ. ദെൻ 25-ാം വാർഷികത്തിൽ, സൈലന്റ് വാലിയുടെ 25-ാം വാർഷികത്തിൽ ഇന്ത്യൻ തപാൽ വകുപ്പ് സ്റ്റാമ്പ് പുറത്തിറക്കിയത് എന്നാണെന്ന് ചോദിച്ചാൽ അത് 2009-ലാണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ പറയുന്ന കണ്ടന്റുകളെല്ലാം മത്സര പരീക്ഷയിൽ സ്റ്റേറ്റ്മെന്റ് ആയിട്ടും മറ്റ് കണ്ടന്റുകളായിട്ടൊക്കെ ചോദിച്ചുള്ളത് കൊണ്ടാണ് ഈ ഡീറ്റെയിൽ ആയിട്ട് കണ്ടന്റ് പറയുന്നത്. ഒന്ന് ഓർത്തു വെക്കണം. ഇനി നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ആനമുടിച്ചോല. സ്ഥിതി ചെയ്യുന്ന വെള്ളച്ചാട്ടം ഈ പറയുന്ന ആനമുടിച്ചോല ഇടുക്കി ജില്ലയിലാണെന്ന് പറഞ്ഞു. 2003-ലാണ് ദേശീയോദ്യാനമായി പ്രഖ്യാപിക്കുന്നത് നമ്മൾ പറഞ്ഞു. ഈ ആനമുടിച്ചോല സ്ഥിതി ചെയ്യുന്ന വെള്ളച്ചാട്ടം തൂവാനം വെള്ളച്ചാട്ടമാണ്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട 3 ചോല റിസർവ് ഫോറസ്റ്റുകൾ എവിടെ ഉൾപ്പെടുന്നു? ആനമുടിച്ചോലയിൽ ഉൾപ്പെടുന്നു. ഒന്ന് ഇടവര ചോല റിസർവ് ഫോറസ്റ്റ്, പുല്ലാർഡി ചോല റിസർവ് ഫോറസ്റ്റ്, മന്നവൻ ചോല റിസർവ് ഫോറസ്റ്റ്. ഈ 3 ചോല റിസർവ് ഫോറസ്റ്റ് ഉൾപ്പെടുന്നതാണ് ഇവിടെ ആനമുടിച്ചോല. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ മതികെട്ടാൻചോലയ്ക്ക് പ്രത്യേകതയുണ്ട്. ഈ മതികെട്ടാൻചോല ഇടുക്കി ജില്ലയിലാണല്ലോ, 2003-ലാണല്ലോ ദേശീയോദ്യാനമായി പ്രഖ്യാപിക്കുന്നത്. മതികെട്ടാൻചോല സ്ഥിതി ചെയ്യുന്ന താലൂക്ക് അത് ഉടുമ്പൻചോല താലൂക്കാണ്. ഇനി തിരുവിതാംകൂർ ഗവൺമെന്റുമായി ബന്ധപ്പെട്ട പ്രത്യേകതയുണ്ട്. തിരുവിതാംകൂർ നിയമനിർമ്മാണ സഭ പഠിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെയാണ് പഠിക്കുന്നത്: 1887, 1888, 1904. ഈ 3 വർഷങ്ങളാണ് നമ്മൾ പ്രധാനമായിട്ടും പഠിക്കുന്നത്. ഇതിന്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ 1887-ൽ ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു നിയമനിർമ്മാണ സഭ, മൈസൂർ നിയമനിർമ്മാണ സഭ നിലവിൽ വരുന്നു. 1887 മൈസൂർ നിയമനിർമ്മാണ സഭ നിലവിൽ വന്ന വർഷം 1887. തൊട്ടടുത്ത വർഷം 1888 തിരുവിതാംകൂർ നിയമനിർമ്മാണ സഭ നിലവിൽ വരുന്നു. ഈ തിരുവിതാംകൂർ നിയമനിർമ്മാണ സഭ ശ്രീമൂലം പ്രജാസഭ ടൈം കൂടെ ഒന്ന് ഓർത്തു വെക്കണം. തിരുവിതാംകൂർ നിയമനിർമ്മാണ സഭ 1888-ഉം ശ്രീമൂലം പ്രജാസഭ 1904. ഈ 3 വർഷങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്, ഒന്ന് ഓർത്തു വെക്കുക. ഇപ്പൊ ഈ പറയുന്ന ഉടുമ്പൻചോലയുമായി ബന്ധപ്പെട്ട് മതികെട്ടാൻചോല സ്ഥിതി ചെയ്യുന്ന താലൂക്ക് ഉടുമ്പൻചോലയാണെന്ന് പറഞ്ഞു. 1897-ൽ തിരുവിതാംകൂർ ഗവൺമെന്റ് റിസർവ് വുഡ്ലാൻഡ് ആയിട്ട് പ്രഖ്യാപിച്ചതാണ് മതികെട്ടാൻചോല. മതികെട്ടാൻചോലയുടെ പ്രത്യേകത, മതികെട്ടാൻചോല എന്ന ദേശീയോദ്യാനത്തിലെ ഏറ്റവും ഉയർന്ന പ്രദേശത്തിന്റെ പേര് കാട്ടുമല എന്നാണ്. കാട്ടുമല. മതികെട്ടാൻചോല ദേശീയോദ്യാനത്തിലെ NB എന്ന് പറഞ്ഞാൽ നാഷണൽ പാർക്ക് എന്നാണ് നമ്മൾ ഷോർട്ട് ഫോം ആയിട്ട് എഴുതിയേക്കുന്നതാണ്. അതിൽ ഏറ്റവും ഉയർന്ന പ്രദേശം ഏതാണ്? കാട്ടുമലയാണ്. ദെൻ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, ഈ പറയുന്ന പ്രസ്താവനകൾ ഒന്ന് നോട്ട് ചെയ്തേക്കണം. കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനത്തിന്റെ പേര് പാമ്പാടും ചോല എന്നാണ്. പാമ്പാടും ചോല സ്ഥാപിതമായ വർഷം 2003-ൽ ജില്ലയിലാണ്? ഇടുക്കി ജില്ലയിൽ. ഇനി ഈ പറഞ്ഞ കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനത്തിന്റെ ഏരിയ, അപ്പൊ കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനമാകുമ്പോൾ അതിന്റെ ഏരിയ ഒന്ന് ഓർത്തു വെക്കണേ. 1.32 കിലോമീറ്റർ ആണ് എന്തിന്റെ? പാമ്പാടും ചോലയുടെ ഏരിയ എന്ന് പറയുന്നത്.
ദെൻ കടവാവലുകൾ കാണപ്പെടുന്ന കേരളത്തിലെ വന്യജീവി സങ്കേതം. നമ്മൾ ദേശീയോദ്യാനമാണ് ഇപ്പൊ ഇത്രയും പറഞ്ഞത്. ഇനി പ്രധാനപ്പെട്ട ഏറ്റവും കൂടുതൽ തവണ മത്സര പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട വന്യജീവി സങ്കേതങ്ങളെ പറ്റി ഒന്ന് നോട്ട് ചെയ്യുക. കടവാവലുകൾ കാണപ്പെടുന്ന കേരളത്തിലെ വന്യജീവി സങ്കേതമാണ് മംഗളവനം. റീഡ് തവളകൾ കാണപ്പെടുന്ന കേരളത്തിലെ വന്യജീവി സങ്കേതമാണ് കക്കയം. ചാമ്പൽ മലയണ്ണൻ കാണപ്പെടുന്ന കേരളത്തിലെ വന്യജീവി സങ്കേതമാണ് ചിന്നാർ. ചിന്നാറാണ് വളരെ പ്രധാനപ്പെട്ടതാണ്. കേരളത്തിലെ മഴ നിഴൽ പ്രദേശം എന്നറിയപ്പെടുന്നത് ചിന്നാറാണ്, വളരെ പ്രധാനപ്പെട്ടതാണ്. റെയിൻ ഷാഡോ റീജിയൻ ഓഫ് കേരള, കേരളത്തിലെ മഴ നിഴൽ പ്രദേശം എന്നറിയപ്പെടുന്നത് ചിന്നാർ. അപ്പൊ ചാമ്പൽ മലയണ്ണൻ കാണപ്പെടുന്ന വന്യജീവി സങ്കേതം ചിന്നാർ, റീഡ് തവളകൾ കാണപ്പെടുന്ന വന്യജീവി സങ്കേതം കക്കയം, കടവാവലുകൾ കാണപ്പെടുന്ന വന്യജീവി സങ്കേതം മംഗളവനം. ഇത്രയും കാര്യങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നു. റിവൈസ് ചെയ്യുക. വരാൻ പോകുന്ന എല്ലാ മത്സര പരീക്ഷയിലും ആത്മാർത്ഥമായി പഠിക്കുക. പറഞ്ഞാലോ, നിങ്ങൾ ഇത്രയും കാലം മെനക്കെട്ടു, ഇത്രയും കാലം നിങ്ങൾ റിവൈസ് ചെയ്തു. ഈ വർഷം കൂടെ എഫേർട്ട് ഇടുക, മാക്സിമം റിവൈസ് ചെയ്യുക. പറഞ്ഞല്ലോ, എല്ലാ ദിവസവും നിങ്ങൾ ഈ കണ്ടന്റുകൾ റിവൈസ് ചെയ്യുക. പ്രധാനപ്പെട്ട പോയിന്റുകൾ ഒന്ന് നോട്ട് ചെയ്യുക. അത് ഈ പറയുന്ന രാത്രി 9 മണിക്ക് എക്സാമിന് മുമ്പ് ഒന്ന് റിവൈസ് ചെയ്യുക. എക്സാം അറ്റൻഡ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എല്ലാം വ്യക്തമായി കൃത്യമായി പഠിച്ചു എന്ന് വിശ്വസിക്കുന്നു. രാത്രി 9 മണിക്കത്തെ എക്സാമിൻ്റെ കൂടെ തന്നെ അതിൻ്റെ കണ്ടന്റ് റിവൈസ് ചെയ്യണം. ദെൻ എഗെയിൻ അടുത്ത ദിവസം, അങ്ങനെ ഏകദേശം ഒരു 3 ആഴ്ച തന്നെ നിങ്ങൾ റിവൈസ് ചെയ്യുമ്പം നിങ്ങൾക്കൊരു ബേസ് ആവും. ബേസിലൂടെയാണ് നമ്മൾ വർക്കൗട്ട് ബാച്ചിൻ്റെ കണ്ടിന്യൂഷൻ. വീണ്ടും ആവർത്തിക്കുന്നു, ഈ 3 ആഴ്ച വർക്കൗട്ട് ബേസ് ആയതിനു ശേഷം 100 മാർക്ക് OMR പ്രിപ്പറേഷൻ നമ്മൾ തുടങ്ങും. 2 ദിവസം. ഇപ്പോൾ സീനിയർ ബാച്ചിന് ഓരോ ദിവസവും ഒരു OMR പരീക്ഷ വെച്ചാണ് കൊടുക്കുന്നത്. ജൂനിയർ ബാച്ചിന് നമ്മൾ നിലവിൽ 2 ദിവസം കൂടുമ്പോൾ ഒരു OMR പരീക്ഷ, 100 മാർക്കിന്റെ OMR പരീക്ഷ വീതം കണ്ടക്ട് ചെയ്യും. വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നു, ഈ പറയുന്ന ടോപ്പിക്കുകളെല്ലാം റിവൈസ് ചെയ്യുക. കറണ്ട് അഫേഴ്സ് ഇന്ന് പഠിക്കാനുണ്ട്. പ്രധാനപ്പെട്ട വിഴിഞ്ഞാൻ തുറമുഖം ഉൾപ്പെടെയുള്ള കണ്ടന്റുകൾ പഠിക്കാനുണ്ട്. എല്ലാ കറണ്ട് അഫേഴ്സ് കണ്ടന്റുകളും വായിക്കുക. സിൻസിയർ ആയിട്ട് വർക്ക് ചെയ്യുക. എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം.